നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം രാജ്യത്തിന് മാതൃകയും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി പ്രധാന മേഖലകളിലെല്ലാം കേരളം രാജ്യത്ത് ഒന്നാമതുമാണ്. ഈ സ്ഥിതി തുടരാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്നും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഫറോക്ക് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. $23.5 കോടി ചെലവഴിച്ചാണ് താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ആശുപത്രിയാണ് ഫറോക്ക് താലൂക്ക് ആശുപത്രിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസന നയത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ. വികസനത്തിന്റെ സ്വാദ് എല്ലാ ജനവിഭാഗങ്ങൾക്കും രുചിക്കാനാകണം എന്നതാണ് സർക്കാർ നയം. സർവതല സ്പർശിയായ വികസനത്തിനാണ് നാട് ലക്ഷ്യം വഹിക്കുന്നത്. ഇതിന്റെ ഫലമായി പ്രധാന മേഖലകളിലെല്ലാം കേരളം രാജ്യത്തിന്റെ നെറുകയിലാണ്. സംസ്ഥാനത്തെ 226 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ NQAS അംഗീകാരം നേടാനായതുൾപ്പെടെ പല മേഖലയിലും സംസ്ഥാനം ഒന്നാമതാണ്. ഇത് തുടരാനും കൂടുതൽ ഉയരത്തിലേക്ക് സഞ്ചരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. മന്ത്രി PA മുഹമ്മദ് റിയാസ്, MK രാഘവൻ MP, രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ VM പുഷ്പ, ഫറൂഖ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ NC അബ്ദുൾ റസാഖ്, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V അനുഷ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, ഡോക്ടർ രാജാറാം കിഴക്കേക്കണ്ടിയിൽ, ഡോക്ടർ CK ഷാജി, PC രാജൻ, കൃഷ്ണകുമാരി, ഡോക്ടർ ലാലു ജോൺ, KPSC ത്യാഗി, VKC മമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം വന്യജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തുന്നതിന് തുല്യ പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും ഇതിന്റെ ഭാഗമായി വന്യജീവികൾക്കുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥ വനത്തിനുള്ളിൽ തന്നെ സൃഷ്ടിക്കാൻ മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട തീവ്രയജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 884 പേരാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 594 പേർ വനത്തിന് പുറത്ത് പാമ്പ്, കടന്നൽ തുടങ്ങിയവയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. 5 വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി 79.14 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ചെറുക്കുന്നതിനായി 3255 സന്നദ്ധ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന 327 പ്രൈമറി റെസ്പോൺസ് ടീമുകൾക്ക് സംസ്ഥാനം രൂപം നൽകിയിട്ടുണ്ട്. ഇത്തരം പ്രാഥമിക പ്രതികരണ സംഘങ്ങൾക്ക് രൂപം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വന്യജീവികൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നത് പ്രതിരോധിക്കാൻ 9 RRTകൾ പുതുതായി രൂപീകരിച്ചു. ഇതോടെ കേരളത്തിലെ RRTകളുടെ എണ്ണം 28ആയി. സംസ്ഥാന തലത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽ എത്തിക്കും. കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും മിഷൻ പ്രഖ്യാപനവും പ്രൈമറി റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനോദ്ഘാടനവും എന്നിവയും മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സർപ്പ 2ാം ഘട്ട ഉദ്ഘാടനം, സർപ്പപാഠം കൈപ്പുസ്തകത്തിന്റെ പ്രകാശനം, വനാതിർത്തിയിലെ സ്മാർട്ട് ഫെൻസിംഗ് പദ്ധതി പ്രഖ്യാപനം, ജനവാസ മേഖലകളിൽ കാണപ്പെടുന്ന നാടൻ കുരങ്ങുകളുടെ ശാസ്ത്രീയമായ പുനരധിവാസവും സംഖ്യാ നിയന്ത്രണവും പ്ലാൻ പുറത്തിറക്കാൻ തുടങ്ങിയവ മന്ത്രി നിർവഹിച്ചു. ഇക്കോ ടൂറിസം മൊബൈൽ ആപ്പ് പ്രകാശനം, ആറളം ശലഭഗ്രാമത്തിന്റെ പ്രഖ്യാപനം, ഗോത്രഭേരി 2ാം ഘട്ട ഉദ്ഘാടനം, അരണ്യം മാസിക പ്രകാശനം എന്നിവ മന്ത്രി OR കേളു നിർവഹിച്ചു. മേയർ ബീന ഫിലിപ്പ്, MLAമാരായ അഹമ്മദ് ദേവർകോവിൽ, TP രാമകൃഷ്ണൻ, KP കുഞ്ഞമ്മദ് കുട്ടി, KM സച്ചിൻ ദേവ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് G കൃഷ്ണൻ, മിൻഹാജ് ആലം, രാജേഷ് രവീന്ദ്രൻ, BN അഞ്ജൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുതിർന്ന സർപ്പ വളണ്ടിയർ വിദ്യാരാജുവിനെ ആദരിച്ചു. വർണ്ണ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങി കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ.
സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം മാവേലിക്കസ് 2025ന്റെ ഭാഗമായാണ് മാനാഞ്ചിറ സ്ക്വയർ ദീപാലങ്കൃതമായത്. ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിച്ചു. മാനാഞ്ചിറ കേന്ദ്രീകരിച്ചാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും കോർപ്പറേഷന്റെയും ആഭിമുഖ്യത്തിൽ നഗരത്തിൽ ദീപാലങ്കാരം ഒരുക്കിയത്. ഇതിനു പുറമെ SM സ്ട്രീറ്റ്, കോഴിക്കോട് ബീച്ച്, സ്റ്റേറ്റ് ബാങ്ക്, LIC, മലബാർ പാലസ് കെട്ടിടങ്ങൾ, ഓൾഡ് കോർപ്പറേഷൻ കെട്ടിടം, ടൗൺ ഹാൾ, ബേപ്പൂർ, മാങ്കാവ്, മാവൂർ റോഡ്, കടപ്പുറം, നഗരത്തിലെ മേൽപ്പാലങ്ങൾ എന്നിവയാണ് ദീപം കൊണ്ട് അലങ്കരിച്ചത്. സെപ്റ്റംബർ 7 വരെ ദീപഭംഗി ആസ്വദിക്കാൻ അവസരമുണ്ടാകും. വെളിച്ചത്തിൽ തീർത്ത ചിത്രശലഭം, ഓണക്കൊക്കുകൾ, ഓണക്കുട തുടങ്ങിയവ മാനാഞ്ചിറയിലെ പ്രധാന ആകർഷണങ്ങളാണ്. പ്രത്യേക മാതൃകകൾക്ക് പുറമെ മാനാഞ്ചിറയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളും നടപ്പാതകളുടെ വശങ്ങളും ദീപങ്ങളാൽ അലങ്കൃതമാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 മുതൽ മാനാഞ്ചിറ പുതുദീപത്തിൽ കുളിച്ചു നിൽക്കും. ചടങ്ങിൽ KM സച്ചിൻദേവ് MLA മുഖ്യാതിഥിയായി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, PK നാസർ, SK അബൂബക്കർ, O രാജഗോപാൽ, D ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോടിന്റെ ഓണാഘോഷം മാവേലിക്കസ് 2025ന് ഔദ്യോഗിക തുടക്കമായി. ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോഴിക്കോട്ടെ ഓണാഘോഷ പരിപാടി മാവേലിക്കസ് രാജ്യത്തെ അറിയപ്പെടുന്ന കലാകാരന്മാർ പങ്കെടുക്കുന്ന ഉത്സവമായി മാറിക്കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. 2025ലെ ഓണ സമ്മാനമായി ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ജനങ്ങൾക്ക് നൽകിയതെങ്കിൽ 2026ൽ വിദേശ രാജ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള കനാൽ സിറ്റി പദ്ധതി ഓണ സമ്മാനമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി. MLAമാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, KP കുഞ്ഞമ്മദ് കുട്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സിറ്റി പോലീസ് കമ്മീഷണർ നാരായണൻ, KTIL ചെയർമാൻ SK സജീഷ് എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ മാവേലിക്കസ് 2025നോട് അനുബന്ധിച്ച് നടന്ന മെഗാ പൂക്കള മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാന സ്പോർട്സ് ആക്ട് 2000 പ്രകാരം വിവിധ ജില്ലാ സ്പോർട്സ് കൗൺസിലുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പട്ടിക സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും സെപ്റ്റംബർ 3 വൈകിട്ട് 3 വരെ സ്വീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ 8 പ്രസിദ്ധീകരിക്കുമെന്ന് ജില്ലാ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഇലക്ഷൻ വരണാധികാരി അറിയിച്ചു. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ ക്യാമ്പ് സിറ്റിംഗ് സെപ്റ്റംബർ 11 എറണാകുളം കലൂരിലുള്ള കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ നടക്കുമെന്ന് ശിരസ്തദാർ അറിയിച്ചു. സാക്ഷരതാ മിഷൻ നടത്തുന്ന ഉല്ലാസ് പദ്ധതി, തുല്യ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന അക്ഷര കേരളം സർവേയുടെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം VS രവീന്ദ്രൻ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.